അല്പസമയം കഴിയുന്നതോടുകൂടി വീണ്ടും അത് ആളിപ്പടരുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. പോലീസിന്റെ അനൗൺസ്മെന്റ് ഉൾപ്പെടെ ഉണ്ട് എന്നുള്ളതാണ്. ഇവിടെ നിന്നും പൂർണ്ണമായും മാറണം എന്നുള്ള നിർദ്ദേശമാണ് പോലീസ് നൽകിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ നമ്മൾ കണ്ടത് ഈ ചുവന്ന നിറത്തിലല്ല, അതിനപ്പുറത്ത് നീല നിറത്തിലേക്ക് തീയുടെ സ്വഭാവം മാറുന്നത് കണ്ടു. ഗ്യാസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അതിനകത്ത് നിന്ന് കത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഫയർ യൂണിറ്റുകൾ ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് തീ അണയ്ക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ പൂർണ്ണമായും മൊഫീഷ്യൽ സ്റ്റാൻഡിനകത്ത് നിന്ന് തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ഇല്ല എന്ന് പറയേണ്ടി വരും. അതായത് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ വീണ്ടും കാണാം, ഇടവിട്ടാണ് അത്തരത്തിൽ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. അതേസമയം തന്നെ ഈ വലതുവശത്ത് കാണുന്ന റൗണ്ട് വൃത്താകൃതിയിലുള്ള കെട്ടിടത്തിലാണ് കാലിക്കറ്റ് ടെക്സ്റ്റൈൽസിന്റെ റിസപ്ഷൻ ഉൾപ്പെടെ അല്ലെങ്കിൽ അതിന്റെ റീറ്റെയിൽ ശൃംഖല പ്രവർത്തിക്കുന്നത്. ആ മേഖലയിലേക്ക് തീ എത്താതെ ഇരിക്കാൻ വേണ്ടിയുള്ള പ്രാരംഭ നടപടികൾ എന്നുള്ള നിലയ്ക്ക് ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആദ്യം തീ അണയ്ക്കാൻ ഏറെ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ കാണുന്ന നടുഭാഗത്ത് ഈ ഒരു ഗോഡൌൺ ഇരിക്കുന്നതിന്റെ നടുഭാഗത്ത് പൂർണ്ണമായും വീണ്ടും വെള്ളം ചുറ്റിക്കൊണ്ടുള്ള നടപടികൾ ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്നുള്ളത്. പക്ഷേ അപ്പോഴും ഏറ്റവും ഖേദകരമായ കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ ഈ തീപിടുത്തമുണ്ടായിട്ട് ഏതാണ്ട് 2-3 മണിക്കൂറിനോട് അടുക്കുകയാണ്. ആ സമയത്ത് പോലും തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്.